ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പാസ്ത ഉണ്ടാക്കിയാലോ. ഞാൻ പാസ്ത കുക്കറിലിട്ട് ഉപ്പിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഇത്രയും സാധനങ്ങൾ ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി മാത്രമേ ഇട്ടുള്ളൂ. എന്നിട്ട് പിന്നെ നല്ല നമ്മൾ മൂത്ത് വരുമല്ലോ, അങ്ങനത്തെ ഒരു ഇതിൽ നല്ല ബ്രൗണായി വന്നത് വരെ ഞാൻ വെച്ചിട്ട് അടുത്ത് സവാളയും തക്കാളി ഇട്ടില്ല, പച്ചമുളകിട്ടതിന് ശേഷം പിന്നെ ഒന്നുകൂടെ നല്ലതുപോലെ അതിനെ വഴറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിനെ നല്ലപോലെ വഴറ്റി അത് നല്ല വഴണ്ട് വന്നതിന് ശേഷം തക്കാളി ആഡ് ചെയ്തിട്ടോ. തക്കാളി ഇട്ടു. പിന്നെ അതിനിടയ്ക്ക് ഞാൻ പൊന്നിനെ നോക്കാൻ പോയപ്പോഴത്തേക്കും പൊന്നോടെ നിന്ന് നെല്ലിക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വന്ന് പിന്നെ ഈ നമ്മൾ വേവിച്ച് വെച്ച പാസ്ത അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അതിലോട്ട് തേങ്ങാപ്പാൽ ഇനി ഒഴിക്കണമായിരുന്നു. അപ്പം ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടെ നമ്മളിതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും കുറച്ചുകൂടെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് ഈ ക്രീമി ടെക്സ്ചർ ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതായിരുന്നേ. അപ്പം നമ്മൾ ഇതിങ്ങനെയാണ് ഫൈനലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. 2 പേർക്കും പൊന്നും കൊടുത്തായിരുന്നു. അങ്ങനെ അവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പൊന്നു കഴിച്ചിട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം കഴിച്ചപ്പോഴത്തേക്കും അപ്പനും നല്ല രീതിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു അപ്പനാണെന്ന് തോന്നുന്നു. പൊന്നിനെക്കാട്ടിയും അപ്പന് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം പൊന്നുവിന് ഇങ്ങനെയുള്ളതിനോട് വലിയ താല്പര്യമില്ല. അപ്പന് നല്ല ഇഷ്ടമാണ്. അങ്ങനെ അപ്പു കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാൽ പൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാസ്തേനെക്കാട്ടി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയത് കുറച്ചുകൂടെ നന്നായിട്ടിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാനും കഴിച്ചിട്ട് പിന്നെ അപ്പോൾ കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒട്ടും ഹെൽത്തി അല്ലെന്നറിയാം, എങ്കിലും അവർക്ക് ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നി, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.